ഹലോ ഡിയസ്, നീറ്റ് ആയിക്കോട്ടെ കീം ആയിക്കോട്ടെ, അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റാങ്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് ട്രിക്കുകളാണ്. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ 1 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ വിത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. അതിനകത്ത് എത്ര പെട്ടെന്ന് നമുക്ക് നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കുന്നു എന്ന് നിങ്ങൾ ആദ്യം അതിനകത്ത് ഇപ്പം പോസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്തു നോക്കൂ. അതിനുശേഷം ഞാൻ പറയുന്ന ട്രിക്ക് കൂടി ചെയ്തു വെച്ചിട്ട് എത്ര സമയം നിങ്ങൾക്ക് ലാഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ നോക്കൂ. ഉദാഹരണത്തിന് ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് ഞാൻ ഇതിനകത്ത് ട്രിക്ക് വെച്ച് ആൻസർ ചെയ്യാൻ പോകുന്നത് 27 അപ്പം 9 × 220 × 1980 വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിച്ചില്ലേ? അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 10 ട്രിക്കുകൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. ആ ഒരു ടോട്ടൽ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒരു 10 ട്രിക്കെങ്കിലും നിങ്ങൾ മിനിമം അറിഞ്ഞാൽ ആ ഒരു 10 ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ ഇവിടെ ചെയ്ത ഒരു 5 സെക്കൻഡ് കൊണ്ടാണ്. അപ്പോൾ ഒരു 50 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ആ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിച്ചാൽ നോക്കൂ, നേരെ തിരിച്ചാണെങ്കിൽ ചിലപ്പോൾ 1 1.5 എടുക്കാം എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു 10-15 മിനിറ്റ് എടുക്കുന്ന ക്വസ്റ്റ്യനുകൾ നമ്മൾ ട്രിക്ക് അറിയാമെങ്കിൽ നമുക്കത് 1 മിനിറ്റിന്റെ താഴെ കൊണ്ട് 10 ക്വസ്റ്റ്യനോളം ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ ബാക്കി വരുന്ന ആ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ബാക്കി എത്രത്തോളം ക്വസ്റ്റ്യനുകൾ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ വേഗതയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രിക്ക് ഞാൻ പറയാം, ഇതിന്റെ ഡീറ്റെയിലോട്ട് ഞാൻ വരാം. അപ്പോൾ വേഗത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ നീറ്റ് ആണെങ്കിലും കീം ആണെങ്കിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഇതിനകത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകൾ ട്രിക്കുകളാണ് ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ വീഡിയോകളാക്കി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട് അതിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം. ഒപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ലൈക്ക്, കമന്റ്, ഷെയർ, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക. ഒപ്പം അതിനകത്തെ അതാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഞാൻ ഇതിന്റെ ട്രിക്ക് എന്താ ഇവിടെ പറഞ്ഞതെന്ന് അറിയോ? 27 ഡ്രോപ്സ് ഓഫ് സെയിം സൈസ് ആണ്. അപ്പോൾ 27 ഡ്രോപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അവിടെ തന്ന, അതായത് ഇപ്പോൾ 27 ഡ്രോപ്പുകൾ ഇവിടെയുണ്ട്. ഓരോന്നിൻ്റെയും 220 വോൾട്ട് ആണ്. അങ്ങനെ അത് ചേർത്ത് വെച്ച് വലിയ ഒരു ഡ്രോപ്പാക്കി നമ്മൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് 27 ഡ്രോപ്പുകൾ ചേർത്തിട്ട് വലിയ ഒരു ഡ്രോപ്പാക്കി. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യനുകൾ ചെയ്യാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് അവിടെ എത്ര ഡ്രോപ്സ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. 27 ഡ്രോപ്സ് ആണല്ലോ. അതിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3 അല്ലേ? അപ്പം 27 ഏത് സംഖ്യ 3 വട്ടം ഗുണിച്ചാലാണ് 27 കിട്ടുക എന്നുള്ളത്. അപ്പം ക്യൂബ് റൂട്ട് 3 ആണ്. ആ 3യുടെ സ്ക്വയർ എടുക്കുക. അപ്പോൾ 9 ആണ്. ആ 9നെ ഒരു ഡ്രോപ്പിന്റെ ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ ഡ്രോപ്പുകളുടെയും പൊട്ടൻഷ്യൽ കണ്ട 27 ഡ്രോപ്സ് ഓഫ് സെയിം സൈസ് ആർ ചാർജ്ഡ് അറ്റ് 220 വോൾട്ട്. ഓരോ ഡ്രോപ്പിന്റെയും തന്നിട്ടുണ്ട് അവർ 220. അപ്പോൾ ഈ കിട്ടിയ ആ ക്യൂബ് റൂട്ട് എടുത്തിട്ട് കിട്ടുന്നതിന്റെ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യുക? 9 കിട്ടിയല്ലോ, അതിനെ ആ ഒരു ചാർജ് കൊണ്ട് ഗുണിക്കുക. അപ്പം 9 × 220 എന്ന് പറഞ്ഞാൽ 1980. അപ്പോൾ ഇത് നീറ്റിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ കീമിനും വേണമെങ്കിൽ വരാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ട്രിക്കുകൾ നിങ്ങൾ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് 1900 പിന്നീട് മറ്റൊരു ക്വസ്റ്റ്യൻ ഇതേ പാറ്റേണിൽ 1999 വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതുകൂടി ചെയ്ത് നോക്കാം. ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. നിങ്ങൾ ഞാൻ പറയുന്നു, നോക്കൂ, 8 ഡ്രോപ്സ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 8ന്റെ ക്യൂബ് റൂട്ട്, അപ്പോൾ 2 അല്ലേ? ഇനി അതിന്റെ സ്ക്വയർ, അപ്പൊ 4 അല്ലേ? ആ 4നെ ഓരോന്നിന്റെയും പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അപ്പൊ 4 × 10. അപ്പൊ നിങ്ങളുടെ ആൻസർ നിങ്ങൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കമന്റ് ചെയ്യൂ. അതുപോലെ ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സിലെ ട്രിക്കുകൾ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ അതിനകത്ത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ട്രിക്കുകൾ ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോകളൊക്കെ ട്രിക്കുകളുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെച്ചോളൂ. ഒപ്പം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാൻ മറക്കണ്ട. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.